ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സക്സസ് സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ കേരള PSC നടത്തിയ മലയാളം മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കറിയാം മലയാളത്തിന് 10 മാർക്കാണല്ലേ. ഈ 10 മാർക്കും കിട്ടാൻ മുൻവർഷ ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, വേഗം തന്നെ നമുക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ തടിനി, ഓപ്ഷൻ ബി തളിമം, ഓപ്ഷൻ സി സൈഗതം, ഓപ്ഷൻ ഡി തലിനം. അപ്പം നദിയുടെ പര്യായം ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ഏതായിരിക്കും നദിയുടെ പര്യായം? ഓപ്ഷൻ എ തടിനിയാണ് നദിയുടെ പര്യായം. നമുക്ക് നദിയുടെ ബാക്കി പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നദിയുടെ പര്യായമാണ് പുഴ, അരുവി, ആറ്, സരിത്ത്, വാഹിനി, തടിനി. ഏതൊക്കെയാണ് നദിയുടെ പര്യായങ്ങൾ? പുഴ, അരുവി, ആറ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. നെക്സ്റ്റ് വണ് സരിത്ത്, വാഹിനി, തടിനി. സെറ്റല്ലേ? നെക്സ്റ്റ് തളിമം നോക്കാം. തളിമം എന്താണ്? തളിമത്തിൻ്റെ പര്യായമാണ് തലിനം. തലിനം, കട്ടിൽ, പര്യങ്കം, മഞ്ചം. അപ്പോൾ തളിമത്തിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? തലിനം, കട്ടിൽ, പര്യങ്കം, മഞ്ചം. അടുത്തത് സൈഗതം നോക്കാം. സൈഗതത്തിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? സൈഗതം എന്ന് പറഞ്ഞാൽ മണൽത്തിട്ട. സിഗതം, സിഗതാവാൻ, സിഗതാവത്. സൈഗതം അതിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? മണൽത്തിട്ട, സിഗതം, സിഗതാവാൻ, സിഗതാവത്. അപ്പോൾ ഇത് 3 സെറ്റായെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി പറയാം. നദിയുടെ പര്യായങ്ങൾ പുഴ, അരുവി, ആറ്, സരിത്ത്, വാഹിനി, തടിനി. തളിമം നോക്കാം. തലിനം, കട്ടിൽ, പര്യങ്കം, മഞ്ചം. സൈഗതം, മണൽത്തിട്ട, സിഗതം, സിഗതാവാൻ, സിഗതാവത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ട് പഠിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതിനനുസരിച്ച് മാറ്റം വരുത്താം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. വിപരീത പദം എഴുതുക. ചഞ്ചലം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സചഞ്ചലം, ഓപ്ഷൻ ബി അചഞ്ചലം, ഓപ്ഷൻ സി സഞ്ചിതം, ഓപ്ഷൻ ഡി ചഞ്ചലത. അപ്പോൾ ചഞ്ചലം എന്ന പദത്തിൻ്റെ വിപരീത പദം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അചഞ്ചലം. ചഞ്ചലം എന്ന പദത്തിൻ്റെ വിപരീത പദം അചഞ്ചലം. നെക്സ്റ്റ് പിരിച്ചെഴുതുകയാണ്. ഉണ്മ. ഉണ്മ എന്ന പദത്തെ പിരിച്ചെഴുതണം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ഉൾ അധികം മ, ഓപ്ഷൻ ബി ഉൺ അധികം മ, ഓപ്ഷൻ സി ഉ അധികം ൺമ, ഓപ്ഷൻ ഡി ഉണ് അധികം മ. അപ്പോൾ ഉണ്മ പിരിച്ചെഴുതി കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ് ആൻസർ കിട്ടുക? ഓപ്ഷൻ എ ഉൾ അധികം മ. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. ശരിയായ പദം ഏത്? അപ്പോൾ ഇവിടെ നിശ്ചയം എന്നുള്ള പദം ശരിയായിട്ട് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഓപ്ഷൻസ് നോക്കി കണ്ടുപിടിക്കണം. അപ്പോൾ നിശ്ചയം എന്നുള്ളത് തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ സി നിശ്ചയമാണ് കറക്റ്റ് എഴുതേണ്ട രീതി. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ, സമാന പദം ഏത്? അപ്പോൾ ഇനൻ എന്ന പദം തന്നിട്ടുണ്ട്. അതിന് സമാനമായിട്ടുള്ള പദം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കാറ്റ്, ഓപ്ഷൻ ബി തീ, ഓപ്ഷൻ സി വെയിൽ, ഓപ്ഷൻ ഡി സൂര്യൻ. അപ്പോൾ ഇനന് സമാനമായിട്ടുള്ള പദം ഓപ്ഷൻ ഡി സൂര്യനാണ്. ഇനൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂര്യൻ്റെ മറ്റ് പര്യായങ്ങളും കൂടി നോക്കാം. ഭാസ്കരൻ, ദിവാകരൻ, ഭാനു, വിവസ്വാൻ, ആദിത്യൻ, അർക്കൻ, പകലോൻ, ആര്യമാവ്, ഇനൻ. എന്തൊക്കെയാണ് സൂര്യൻ്റെ പര്യായങ്ങൾ? ഭാസ്കരൻ, ദിവാകരൻ, ഭാനു, വിവസ്വാൻ, ആദിത്യൻ, അർക്കൻ, പകലോൻ, ആര്യമാവ്, ഇനൻ. സെറ്റല്ലേ? 6ാമത്തെ ചോദ്യം, തെറ്റില്ലാത്ത വാക്യം ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നന്ദി രേഖപ്പെടുത്തുന്നു, ഓപ്ഷൻ ബി നന്ദി പറയുന്നു, ഓപ്ഷൻ സി നന്ദി തരുന്നു, ഓപ്ഷൻ ഡി നന്ദി വാങ്ങുന്നു. അപ്പോൾ അതിൽ തെറ്റില്ലാത്തത് ഏതാണ്? നമുക്കറിയാം അല്ലേ, നമ്മൾ നന്ദി പറയുകയല്ലേ ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്, നന്ദി പറയുന്നു എന്നുള്ളതാണ് കറക്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത്? ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആയോധന കലയുടെ പരിശീലനമാണ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആരാധനയുടെ പ്രാധാന്യം, ഓപ്ഷൻ സി വിളവിൻ്റെ സമൃദ്ധി, ഓപ്ഷൻ ഡി അധ്വാനത്തിൻ്റെ മഹത്വം. അപ്പോൾ ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അധ്വാനത്തിൻ്റെ മഹത്വം. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? അധ്വാനത്തിൻ്റെ മഹത്വം.
ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. പരിഭാഷ എന്ത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വിതച്ചത് കൊയ്യും. ഓപ്ഷൻ ബി ഗുണം വിത്തിലറിയാം. ഓപ്ഷൻ സി വിത്ത് ഗുണം 10 ഗുണം. ഓപ്ഷൻ ഡി വിതയ്ക്കുന്നവനുണ്ടോ കൊതിക്കുന്നു. അപ്പോൾ ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ടിൻ്റെ പരിഭാഷ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വിത്ത് ഗുണം 10 ഗുണം. ക്വസ്റ്റ്യൻ നമ്പർ 9 ചേർത്തെഴുതുക. ഈ അധികം അൾ എന്താണ് വരിക നോക്കാം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇതൾ, ഓപ്ഷൻ ബി ഇവൾ, ഓപ്ഷൻ സി ഇത്, ഓപ്ഷൻ ഡി ഇയാൾ. ഈ അധികം അൾ എന്താണ് വരിക? ഇവൾ ആണ് വരിക. ഈ അധികം അൾ ഇവൾ. അപ്പോൾ ഓപ്ഷൻ ബി ഇവളാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 10 കുളം കോരി ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മോടി പിടിപ്പിക്കുക, ഓപ്ഷൻ ബി അധ്വാനിക്കുക, ഓപ്ഷൻ സി നന്നാക്കുക, ഓപ്ഷൻ ഡി നശിപ്പിക്കുക. അപ്പോൾ കുളം കോരി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി നശിപ്പിക്കുക എന്നാണ് അർത്ഥം. കുളം കോരുക എന്നൊക്കെ പറഞ്ഞാൽ നശിപ്പിക്കുക, കുളം തോണ്ടുക എന്ന് പറഞ്ഞാലും നശിപ്പിക്കുകയാണ്. അപ്പോൾ കുളം കോരി എന്ന് പറയുന്നതിൻ്റെ ശൈലിയുടെ അർത്ഥം എന്താണ്? നശിപ്പിക്കുക. നമ്മളിന്ന് മലയാളത്തിൽ 10 ചോദ്യങ്ങൾ പഠിച്ചു അല്ലേ? അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് അടുക്കാറായി. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. മലയാളം പ്രാക്ടീസ് ചെയ്താൽ തന്നെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 10ൽ 10 വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മലയാളം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയുമായി വേഗം തന്നെ കാണാം. എല്ലാവരും നന്നായി പഠിക്കുക. ബൈ ഫ്രണ്ട്സ്.